You're watching Yatra, exploring the unexplored. ഇവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ആഴവും ഇതെല്ലാം ഉണ്ട്, നല്ല കരകളും ഉണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്ക് പിടിച്ച് നിൽക്കാനായിട്ട് ഞങ്ങൾക്ക് ഒരു സ്പെഷ്യൽ കയറൊക്കെ ഇവിടെ തന്നിരിക്കുകയാണ്. ഇവരെ പോലെ തന്നെ വളരെ ആകാംക്ഷാഭരിതരായിട്ട് ഞങ്ങൾ നിൽക്കുകയാണ് ഈ ഒരു വല എടുക്കുന്ന കാഴ്ച കാണാനായിട്ട്. ഇത് ഭയങ്കര ഒരു എനർജിയാണ് ഇവരിപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ പറ്റുന്നത്. 2 ഷീൽഡ് ഇവിടെ എത്തിക്കഴിഞ്ഞു. നല്ല വെയിറ്റ് ഉണ്ട്. നേരത്തെ പറഞ്ഞാൽ 10-75 കിലോ വെയിറ്റ് ഉണ്ട് ഓരോ ഷീൽഡിനും. ഇതിന്റെ തൊട്ടപ്പുറത്താണ് വല കിടക്കുന്നത്. ഈ മീൻ പിടിക്കുന്നത് ഇത്രയ്ക്കും പ്രയാസപ്പെട്ടൊരു ജോലിയാണെന്ന് ഇവിടെ വന്നതിന് ശേഷമാണ് ഇപ്പൊ മനസ്സിലാവുന്നത്. നല്ല വെയിറ്റ് ഉണ്ട്. ആദ്യമായിട്ട് ജെല്ലി പോലത്തെ സാധനങ്ങളൊക്കെ കണ്ടു തുടങ്ങി. ഇതിനകത്ത് ഒരു മീനിന്റെ മണമൊക്കെ ഇവിടെ കിട്ടുന്നുണ്ട്. കടലിൽ മീൻ പിടിക്കാനായിട്ട് വളരെയധികം ഓപ്ഷൻസ് ഉണ്ട്. അതിനകത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇപ്പൊ ചൂസ് ചെയ്യുന്നത് ട്രോളിംഗ് ആണ്. വല വലിച്ച് ഒരു പൊസിഷൻ എത്തിയതിനു ശേഷം മാത്രമാണ് ഈ മണ്ണെല്ലാം കളഞ്ഞ് വീണ്ടും ഇത് വലിച്ച് ബോട്ടിലേക്ക് കയറ്റുന്നത്. ഈ വലയുടെ പേര്, ഇതൊരു പ്രത്യേകതരം വലയാണ്. ഈ വലയുടെ പേര് ട്രെഡ്ജിങ് വല എന്നാണ്. ശരിക്കും കടലിന്റെ അടിത്തട്ടിൽ കൂടെ കംപ്ലീറ്റ് ഇത് വന്നിട്ട് അവിടെ കാണുന്ന മീനിനെയൊക്കെ പിടിക്കുന്ന വലയാണ്. ഇവർ പറയുന്നത് ഈ ട്രെഡ്ജ് ചെയ്യുന്ന സമയത്ത് ഇതിന്റെ അടുത്ത് നിൽക്കരുതെന്നാണ്. കാര്യം വളരെയധികം ഡേഞ്ചറസ് ആണ്. ഇതാ നിങ്ങൾ കണ്ടല്ലോ, ഇതാ ഇത് മുഴുവൻ നമുക്ക് മീൻ കിട്ടിയിരിക്കുകയാണ്. ആണല്ലേ? എല്ലാവരുടെയും മുഖത്തും വളരെ സന്തോഷമായിട്ടുള്ള ഇതാണ് നമുക്കിപ്പോ കാണാൻ പറ്റുന്നത്. എന്ത് മീനാന്ന് തന്നെ നമുക്ക് നോക്കാം. പല മീനുകളും ഇവിടെ കിട്ടുന്നത് സീസൺലി ആണ്. സീലാറ്റിന്റെ കുറേ അധികം സ്പീഷീസ് ഇവിടെ ഉണ്ട്. ആൻഡ് ഇറ്റ്സ് സച്ച് എ വൈഡ് വെറൈറ്റി. അതിൽ എനിക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത് ഇതാണ് മുള്ളം പേത്ത അല്ലേ? ഇതിന്റെ ആക്ച്വൽ നെയിം പഫർ ഫിഷ് എന്നാണ്. പിന്നെ അതേപോലെ തന്നെ ഞങ്ങൾക്ക് ഇതാ ഷാർക്കിനെ ഇവിടെ കിട്ടിയിട്ടുണ്ട്. അതെ, സ്രാഗ്. ചെറിയ അറിയപ്പെടുന്ന വള്ളി സ്രാവ് എന്നാണ് അല്ലെ. പിന്നെ വേറൊന്നുള്ളത് ഈ പാമ്പിനെ പോലെ ഇരിക്കുന്ന അത് ഈലാണ്, ഈൽ ഫിഷ് ആണ്. പക്ഷെ അതിനൊന്നും ചെയ്യത്തില്ല. അവര് നേരെ ഇപ്പൊ തന്നെ അവരങ്ങ് തിരിച്ചു വിടുക ചെയ്യാ. ആണല്ലേ? ഇതിനകത്ത് വേറെ എന്തൊക്കെ മീനുണ്ട് ചേട്ടാ, ഒന്ന് പറഞ്ഞു തരാമോ? പിന്നെ ഈ പ്രാവിൻ മുട്ടയെ പറ്റി ഒന്ന് പറഞ്ഞേ ചേട്ടാ. പ്രാവിന്റെ ഇത് ശരിക്കും എക്സ്പോർട്ട് ചെയ്യുന്നതാണല്ലോ. ഒരു തരം ചങ്കായത്. ഈ ചങ്കനെ ഞങ്ങൾ അറിയപ്പെടുന്നത് പ്രാമുട്ട. പ്രാമുട്ട. ഇത്
എക്സ്പോർട്ട് ചെയ്യുന്ന. പക്ഷേ ഇതൊരു ഉച്ച ടൈമിന് 12 മണിക്കൊക്കെ ഇത് പ്ലെയിൻ കയറി വെളി രാജ്യങ്ങളിലേക്കൊക്കെ പോകുന്ന ഡിമാൻഡുള്ള ഒരു വസ്തുവായത്. ഇതിന് എന്തുണ്ട് വില? ഇപ്പൊ നമ്മൾ ഇത് ഇത്രയും കഷ്ടപ്പെട്ട് എടുത്തു തിരിച്ചുകൊണ്ട് പ്ലെയിൻ ടൈം ആണെങ്കിൽ കിലോയ്ക്ക് 100 രൂപ വീഴും. 1 കിലോയ്ക്ക് 100. നമുക്കിപ്പോ ഈ ഒരു ഇതിനകത്ത് എത്ര കിലോ കിട്ടുമായിരിക്കും? ഇതിനകത്തൊരു 15 കിലോ കുറയാതെ കാണും. 15 കിലോ കുറയാതെ കാണും അല്ലേ? നമ്മളിപ്പോ ഇത് എത്ര നേരം എടുക്കും നമുക്കിപ്പോ ഈ മീനൊക്കെ ഇനി സോർട്ട് ചെയ്യാനായിട്ട്? 1 മണിക്കൂറൊക്കെ പിടിക്കും. അപ്പൊ നമ്മൾ ആ സമയം കൊണ്ട് വീണ്ടും വല ഇടും അല്ലേ? 1 മണിക്കൂർ വരച്ചു നിൽക്കുമ്പോൾ ഇത് ഓരോ സൈസായിട്ട് തിരിക്കും മാറ്റും നമ്മൾ. വേറെ സാധനം ഉണ്ടായിരുന്നില്ല, തെരണ്ടി. തെരണ്ടി ഉണ്ടോ? റേ ഫിഷ് എന്നാണ് ഇതിന് പറയുന്നത്. തെരണ്ടി തന്നെ ചൊക്കൻ തെരണ്ടി എന്ന് പറയും. നമുക്ക് പലർക്കും തന്നെ വളരെയധികം അറിയാവുന്ന, അതായത് വൈൽഡ് ലൈഫ് ഇൻഡസ്ട്രിയിലൊക്കെ വളരെ കോമൺ ആയിട്ട് പലരും ഇന്നും വളരെ ഇതായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനുണ്ട്, സ്റ്റീവ് ഇർവിൻ. അദ്ദേഹം മരിച്ചത് ഈ തെരണ്ടിയുടെ ഒരു വാലിന്റെ ഒരു കുത്തേറ്റാണ് അദ്ദേഹം മരിച്ചത്. അപ്പൊ ആ ഒരു അതേ ഫാമിലിയിലുള്ള മീനാണ് ഇത് തെരണ്ടി. ഈ ഭാഗത്ത് രാത്രിയും പകലും ആൾക്കാർ മത്സ്യബന്ധനത്തിന് പോകാറുണ്ട്. പക്ഷേ ചിലതരം മത്സ്യബന്ധനം ഈ മീനുകളുടെ അല്ലെങ്കിൽ കടലിന്റെ മൊത്തത്തിലുള്ള തന്നെ ആവാസ വ്യവസ്ഥ തകരാറിലാക്കുകയാണ്. ഒരു ദിവസം ഇവര് കടലിൽ പോയി കഴിഞ്ഞാൽ ഏകദേശം 6 or 7 പ്രാവശ്യം തന്നെ കടലിലേക്ക് വല എറിയാറുണ്ട്. You're watching Yatra, exploring the